അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതം ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇതെല്ലാമാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. സ്റ്റിക്കി റൈസും സൂപ്പും പിന്നെ കോണ്ടിനെൻ്റൽ ഫുഡും എല്ലാം ഉണ്ട്. മുട്ട പുഴുങ്ങിയതും പിന്നെ ഓംലെറ്റും എല്ലാം, പിന്നെ പഴവർഗ്ഗങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെയുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ എത്ര തണുപ്പാണെങ്കിലും ഇവർ തണുത്ത ഭക്ഷണമാണ് ഏറ്റവും അധികം കഴിക്കുക. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും രാവിലത്തെ ഭക്ഷണം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി യാത്രയായി. ഇന്നും ഞങ്ങൾ കൊറിയയുടെ പല കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ആദ്യ കാഴ്ചയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു മ്യൂസിയത്തിലേക്കാണ് ഇന്ന് ആദ്യത്തെ കാഴ്ച. അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നത് ഇതുപോലത്തെ ഒരു അമ്പലം പോലെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലായിടത്തും ചെറി ബ്ലോസംസ് കാണാം. ഇതൊരു ട്രൈബൽ മ്യൂസിയമാണ്, ഫോക്ക് മ്യൂസിയം എന്ന് പറയും. നാഷണൽ ഫോക്ക് മ്യൂസിയം ഓഫ് കൊറിയ ആണത്. അതിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ കയറുന്നത്. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ഉള്ളിലേക്ക് കയറി. ഇതെല്ലാമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ച് വെച്ചിരിക്കുന്നു. അങ്ങനെ പല 3D എഫക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. അന്നത്തെ കാലത്ത് ഉപയോഗിച്ച പല വസ്തുക്കളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോഴും അത്യാവശ്യം തണുപ്പുണ്ട് കൊറിയയിൽ. നല്ല വൃത്തിയായി തന്നെ ഈ സ്ഥലങ്ങളെല്ലാം സംരക്ഷിച്ചു വച്ചിരിക്കുന്നു. വീണ്ടും ഞങ്ങൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന വഴിയെ തന്നെയാണ് തിരിച്ച് നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്നലെ പോയ പോലെ തന്നെയുള്ള പണ്ടത്തെ കൊറിയൻ വീടുകൾ പണിതിരിക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അതുപോലെ ഒരു സ്ഥലത്തേക്കാണ് വീണ്ടും ഞങ്ങൾ വന്നിരിക്കുന്നത്. സ്കൂബ് ഇതിനെ പറ്റിയുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
ഇന്നലെ ചെറിയ ചെറിയ വീടുകളാണെങ്കിൽ ഇന്ന് ഒരൊറ്റ മേൽക്കൂരയിൽ കുറേ വീടുകൾ വേർതിരിച്ചിട്ടിരുന്ന പോലത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാലും ബാമ്പുവിനെ കൊണ്ട് തന്നെയാണ് മേൽക്കൂരയൊക്കെ പണിതിരിക്കുന്നത്. തനത് പഴയ ശൈലിയിലുള്ള വീടുകൾ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. ഇങ്ങനൊരു വലിയ സ്ക്വയറിൻ്റെ അവിടെ ഒരു വലിയ ഒരു വീട് അല്ലെങ്കിൽ വലിയൊരു ചത്തുരം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു സ്ഥലത്തുനിന്ന് കയറി പിന്നെയും ഞങ്ങൾ അകത്തേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതേപോലെ തന്നെ മറ്റൊരു ഏരിയയിലേക്കാണ് എത്തുന്നത്. കുറേ നടുമുറ്റങ്ങളിലേക്കാണ് ഇങ്ങനെ നടന്നെത്തുക. മുകളിൽ ഇങ്ങനെ പല കാഴ്ചകളൊക്കെ കാണാം മേൽക്കൂരയുടെ മുകളിൽ. അങ്ങനെ നോക്കിയിരിക്കെ തനത് പഴയ ശൈലിയിൽ പലരും ഡ്രസ്സ് ഇട്ട് അല്ലെങ്കിൽ ഡ്രസ്സിങ് ചെയ്തുകൊണ്ട് വരുന്ന കാഴ്ചകളും കാണാം. ഞാനിതിൻ്റെ ചിത്രീകരണങ്ങളെല്ലാം വളരെ രസകരമായി തന്നെ എടുക്കുന്നു. ഞങ്ങളുടെ കൂടെയുള്ളവരും കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ പഴയ രീതിയിലുള്ള കൊറിയൻ ഡ്രസ്സുകളെല്ലാം ഇട്ട് നടക്കുന്നവരെല്ലാവരും ടൂറിസ്റ്റുകളായിരിക്കാം. കാരണം ഇന്ന് അങ്ങനത്തെ ഡ്രസ്സൊന്നും ആരും അവിടെ ഉപയോഗിക്കുന്നില്ല. ഇന്നെല്ലാവരും മോഡേൺ ഡ്രസ്സുകളും മറ്റുമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ നടന്നെത്തുമ്പോൾ കാണുന്നൊരു കാഴ്ച, കുളത്തിൻ്റെ നടുവിൽ അതുപോലൊരു വീട് ഇങ്ങനെ നിൽക്കുന്നു. ചെറിയൊരു പാലവുമുണ്ട് അങ്ങോട്ടേക്ക്. ഇതാണ് ഇവിടുത്തെ ഒരു മുഴുവനായുള്ള കാഴ്ച. പലരും പഴയ ഡ്രസ്സുകളെല്ലാം ഇട്ടിങ്ങനെ വരുന്നു. അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ആൾക്കാർ നിൽക്കുന്നു. ചിലർ ഇവിടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പോലെ മരം കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വന്നവരാണ്. വീഴരുത് എന്ന് വീണ്ടും വീണ്ടും ഞങ്ങളെല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ആ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇതെല്ലാം പഴയ ശൈലിയിലുള്ള നിർമ്മാണങ്ങളാണ്. ഇവിടെ എല്ലാവരും പഴയ സ്റ്റൈലിൽ ഉള്ള ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് നടക്കുന്നു. ചൈനയിൽ നിന്നോ ജപ്പാനിൽ നിന്നോ ഒക്കെ വന്നവരായിരിക്കാം, അല്ലെങ്കിൽ വിയറ്റ്നാമിൽ നിന്നോ ഒക്കെ വന്നവരായിരിക്കാം. ഇതാണ് ഇവിടുത്തെ ഒരു കോമ്പൗണ്ടിൻ്റെ മുഴുവനായൊരു കാഴ്ച. കാഴ്ചയെല്ലാം ചിത്രീകരിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങുന്നതും മറ്റൊരു ചതുരത്തിലേക്കാണ്. ഇവിടെ വീണ്ടും ടൂറിസ്റ്റുകളുടെ ബാഹ്യം കൂടുന്നു. പലരും വരുന്നു, പല നാടുകളിൽ നിന്ന് ഈ കാഴ്ചകളെല്ലാം കാണാൻ. അങ്ങനെ അതിൻ്റെ ചിത്രീകരണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി വീണ്ടും യാത്രയായി. ഞങ്ങളങ്ങനെ വീണ്ടും ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിനി മുന്നോട്ട് നീങ്ങുന്നത് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. പോകുമ്പോൾ ഇങ്ങനെ കുറേ സുവനീർ ഷോപ്പുകളും മറ്റുമെല്ലാം നമുക്ക് കാണാം.
ഇപ്പോൾ ഞങ്ങൾ ശരിക്കും എത്തിയിരിക്കുന്നത് ഒരു പഴയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കൊറിയൻ സിനിമകളെല്ലാം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും, അതെല്ലാം ഷൂട്ട് ചെയ്യുന്ന പല സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ അത്താഴം. ഈ ഉച്ചക്കത്തെ അത്താഴം പക്ഷേ അത്രയ്ക്കൊരു മെച്ചപ്പെട്ടതായിരുന്നില്ല, ആർക്കും അതത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. എല്ലായിടത്തും വളരെ രസകരമായി തന്നെ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി പല സ്റ്റോളുകളും മറ്റുമൊക്കെ തുറന്നു വച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര ചെയ്ത് എത്തിയിരിക്കുന്നത് ഒരു വാർ മെമ്മോറിയലിൻ്റെ അടുത്തേക്കാണ്. അതായത് ജപ്പാൻ കൊറിയ പിടിച്ചടക്കാൻ വേണ്ടി വന്ന സമയത്തുള്ള വാർ മെമ്മോറിയലിൻ്റെ കുറേ കാര്യങ്ങളും എല്ലാം ഇവിടെ മ്യൂസിയം പോലെ എടുത്തു വച്ചിരിക്കുന്നു. അവിടേക്കുള്ള യാത്രയാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല രാജ്യങ്ങളിലെയും പതാകകൾ ഇങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരുമായി സൗഹൃദം എന്നൊരു രീതിയിലാണ് ഇവിടെ പതാകകളെല്ലാം പൊക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വാർ മെമ്മോറിയലിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് ഉള്ളിലെ കാഴ്ച. ഇതാണ് മെമ്മോറിയൽ ഹാൾ. ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇവിടെ പലരുടെയും ഓർമ്മയ്ക്കൊക്കെ വേണ്ടി ഇവിടെ പുഷ്പാർച്ചനയും മറ്റുമെല്ലാം ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു ഇത് കാണാം. ഇവിടെ ഇങ്ങനെ ഒരു ബൗളിൽ വെള്ളം നിറച്ച്, അതായത് വലിയൊരു ബൗളിൽ വെള്ളം നിറച്ച് അതിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്ന പോലൊരു ചിത്രമുണ്ട്. ഇതിൻ്റെ മുകളിൽ ഭാഗം ഇങ്ങനെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നു. കയർ കെട്ടിയതുപോലെ ഒരു ചിത്രീകരണം. ഇനി അടുത്ത് പോകുന്നത് ഈ കൊറിയൻ യുദ്ധത്തിനുമെല്ലാം വേണ്ടി ജീവൻ അർപ്പിച്ച അവരുടെ യോദ്ധാക്കളുടെ ഒരു സ്ഥലത്തേക്കാണ്. ഇങ്ങനൊരു ചെറിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അന്നത്തെ യുദ്ധത്തിൻ്റെ രൂപങ്ങളും മറ്റുമെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഫ്ലൈറ്റ്, അതായത് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വിമാനങ്ങളും മറ്റും എല്ലാത്തിൻ്റെയും ഒരു ഡിസ്പ്ലേ അവിടെയുണ്ട്. പോരാത്തതിന് ഇവിടെ ഇങ്ങനെയൊരു ചെറിയ പണ്ടത്തെ പായ്ക്കപ്പൽ ഇവിടെയുണ്ട്. ഇത് ജപ്പാൻ കൊറിയ പിടിച്ചെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഉപയോഗിച്ചതാണെന്നാണ് പറയുന്നത്. ടോർട്ടോയ്സ് ഷിപ്പ് എന്നും ഇതിനെ വിളിക്കപ്പെടും. ഞാൻ ഇതിൻ്റെ ചിത്രീകരണം എല്ലാം അതിലൂടെ നടന്നിങ്ങനെ എടുത്തു. അതിൻ്റെ വായയുടെ മുൻഭാഗത്തൂടെയാണ് പുകയെല്ലാം വിടുക കപ്പലിങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ. പല സ്ഥലത്തുള്ള ഈ ചെറിയ ചെറിയ ദ്വാരങ്ങളിലൂടെയാണ് ഈ
യുദ്ധത്തിന് വേണ്ടിയുള്ള മിസൈലുകളും മറ്റുമെല്ലാം അവർ ഉപയോഗിച്ചിരുന്നത്. ഇതന്നത്തെ കൊറിയൻ പട്ടാളക്കാരെ വസ്ത്രങ്ങളും അന്ന് അവർ ഉപയോഗിച്ചിരുന്ന തോക്കും മറ്റുമെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ ചിത്രീകരണമെല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വേറൊരു വലിയ കാഴ്ചയുണ്ട്. വലിയൊരു കപ്പലും പിന്നെ പല ഈ ആർമികൾ ഉപയോഗിച്ചിരുന്ന ടാങ്കർ ലോറീസ് എന്ന് നമ്മൾ പറയും, അങ്ങനത്തെ സംഭവങ്ങളും ഇവിടെ വലിയൊരു വിമാനത്തിൻ്റെ ഒരു ഇതുമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പലർക്കും അതിൻ്റെ മുകളിൽ നിന്നും അതിൻ്റെ അടുത്ത് നിന്നൊക്കെ ഫോട്ടോ എടുക്കാം. ഇഷ്ടംപോലെ ടാങ്കർ ലോറീസ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പലരും ഇതിൻ്റെ മുകളിൽ നിന്നും എല്ലാം കയറി ഫോട്ടോയും മറ്റുമൊക്കെ എടുക്കുന്നു. നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് ഇത് നോക്കുമ്പോൾ, മനോഹരമായൊരു കാഴ്ച. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചയെല്ലാം കഴിഞ്ഞ് വീണ്ടും സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ചെറിയ ചെറിയ തട്ടുകടകളാണ് ഇവിടുത്തെ കാഴ്ച. ഞങ്ങളങ്ങനെ ഒരു ഫ്രീ ടൈം എന്ന രീതിയിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ ആളുകൾ വളരെ കൂടും. അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകൾ കൂടുമ്പോൾ അപ്പോഴേക്കും തയ്യാറായി നിൽക്കുകയാണ് ഇവിടുത്തെ കച്ചവടക്കാർ.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് വീണ്ടും ഞങ്ങൾ ക്രോസ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ കൊറിയൻ സിനിമകളിലും മറ്റെല്ലാം 3D എഫക്ട്സും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നടത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു, അതായത് അവരുടെ ആഘോഷങ്ങളും സിനിമയിലുള്ള കാര്യങ്ങളുമൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലം. അവിടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നല്ലൊരു ദൃശ്യവിസ്മയം തന്നെയായിരുന്നു അത്. കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇതൊരു ട്രെയിനിൻ്റെ ഉൾഭാഗം പോലെയാണ്. ഇവിടെ ഇരുന്നൊരു ഡിസ്കോ പോലത്തെ ഒരു ലൈറ്റിങ് കാര്യമൊക്കെ കാണാം. സ്കൂബ് അവിടെ നിന്ന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അതിവിടെ നിന്നുകൊണ്ട് ഡാൻസും മറ്റും എല്ലാം കളിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൊറിയൻ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഇവിടെ നിന്നുകൊണ്ട് പലരും ഡാൻസ് എല്ലാം കളിക്കുന്നു. ഞങ്ങളുടെ കൂടെ വന്നവർ തന്നെയാണ്. പ്രായമെല്ലാം മറന്നുകൊണ്ട് ചെറുപ്പത്തെ പോലെ എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നല്ല സീനറിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി യാത്രയായി. അങ്ങനെ ഞങ്ങൾ രാത്രി ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇനി പോകുന്നത്. ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എല്ലാവരും ക്യൂവിൽ നിൽക്കുന്നു. ബുഫേ സിസ്റ്റം തന്നെയാണ്. ഇന്ത്യൻ ഫുഡ് തന്നെയാണ് രാത്രി. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി.